ഇന്ത്യയിൽ അസംബിൾ ചെയ്ത ആദ്യ സൈനിക ഗതാഗത വിമാനമായ C-295 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയകരമായ ഒരു ഏടായി മാറിയിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. രാജ്യത്ത് അസംബിൾ ചെയ്ത ആദ്യ സൈനിക ഗതാഗത വിമാനമായ C-295 വിജയകരമായി അതിന്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. സ്വയം പര്യാപ്തത മുൻനിർത്തി രാജ്യം ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അങ്ങനെ വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ വഡോദരയിൽ പ്രവർത്തിക്കുന്ന ഫൈനൽ അസംബ്ലി ലൈൻ ഫെസിലിറ്റിയിൽ നിന്നുമാണ് C-295 ആദ്യമായി ആകാശത്തേക്ക് ഉയർന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾ മുൻനിർത്തി നിർമ്മിച്ചിരിക്കുന്ന C-295 യാഥാർത്ഥ്യമായതിലൂടെ അത് പ്രതിരോധ രംഗത്തെ നിർണായക നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത ആധിപത്യം മറികടന്ന് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട സൈനിക ഗതാഗത വിമാനമാണ് C-295 എന്നതും ശ്രദ്ധേയം. സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും ചേർന്നാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ മേഖലയിൽ സ്വകാര്യ വ്യവസായങ്ങളുടെ ശേഷി തെളിയിക്കുന്ന സംരംഭമായി ഇത് മാറിക്കഴിഞ്ഞു. വഡോദരയിലെ അത്യാധുനിക അസംബ്ലിംഗ് കേന്ദ്രം 2024 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന ശേഷിയുടെ പ്രതീകമായാണ് ഈ കേന്ദ്രം ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ആകെ 56 C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 21,000 കോടി രൂപ ചെലവ് വരുന്ന ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിലൊന്നാണ്. 1960കളിൽ സർവീസിൽ പ്രവേശിച്ച ആവറോ 748 വിമാനങ്ങൾക്ക് പകരമായാണ് പുതിയ തലമുറ C-295 വിമാനങ്ങൾ എത്തുന്നത്. പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിച്ച ആവറോകൾ സാങ്കേതികമായി പഴക്കം ചെന്ന സാഹചര്യത്തിലാണ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനൊരുങ്ങുന്നത്. C-295 പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിലെ ആഭ്യന്തര പങ്കാളിത്തമാണ്. വിമാനത്തിന്റെ 85% അസംബ്ലിംഗ് പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നടന്നത്. രാജ്യത്തെ ഏകദേശം 37 കമ്പനികൾ വിവിധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും പങ്കാളികളായി. ഒന്നിലധികം സൈനിക ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ബഹുമുഖ തന്ത്രപരമായ സൈനിക ഗതാഗത വിമാനമാണ് C-295. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് വികസിപ്പിച്ചെടുത്ത ഈ വിമാനം ലോകത്തെ നിരവധി രാജ്യങ്ങളുടെ സായുധ സേനകൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. സൈനികരെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുക, ആയുധങ്ങളും ചരക്കുകളും കൊണ്ടുപോകുക, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുക, പരിക്കേറ്റവരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി അടിയന്തരമായി എത്തിക്കുക, നിരീക്ഷണ ദൗത്യങ്ങൾ നടത്തുക തുടങ്ങിയ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് C-295 ഉപയോഗപ്പെടുത്താനാകും. ചെറിയ റൺവേകളിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ശേഷിയും പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വസനീയ സേവനം നൽകാനുള്ള കഴിവും ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ്. അതിർത്തി മേഖലകളിലും ദുർഘട പ്രദേശങ്ങളിലും സൈനിക പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകാൻ ഈ വിമാനത്തിനാകും. സ്വദേശത്ത് നിർമ്മിച്ച ആദ്യ C-295 വിമാനത്തിന്റെ വിജയകരമായ പരീക്ഷണ പറക്കൽ ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിലെ നിർണായക നാഴികക്കല്ല് കൂടിയാണ്. യുദ്ധവിമാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ ആഭ്യന്തരമായി വികസിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ C-295 പദ്ധതിയും ആ ആത്മവിശ്വാസത്തിന് കൂടുതൽ കരുത്തു പകരുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന്റെ വിജയഗാഥയായി കൂടി ഈ വിമാനം ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. വാർത്തയുടെ നിറം തേടി തനിനിറം.